സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇനി തൊട്ട് എല്ലാ മാസവും 1000 രൂപയാണ് അവർക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ടായിട്ട് സർക്കാർ തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏജ് ഇപ്പോൾ 35 വയസ്സും അതുപോലെ തന്നെ 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കാവുന്നതാണ്. ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വീട്ടമ്മ പെൻഷൻ എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അപേക്ഷകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അത് നോക്കിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു പെൻഷനെ പറ്റിയിട്ടുള്ള അറിയിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ റേഷൻ കാർഡാണ് ഇതിന് പ്രധാനമായിട്ടും ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഇപ്പോൾ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പെൻഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു റേഷൻ കാർഡ് ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലായിരിക്കും ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു പെൻഷനെ പറ്റിയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പെൻഷൻ കിട്ടിയിരിക്കും. ഇനി അഥവാ ഫോണിൽ മെസ്സേജ് വന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു മാനദണ്ഡങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ സ്കീമിലോട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ലയെന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം അവർ നോക്കുന്നത് റേഷൻ കാർഡാണ്. ഇതിന് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ആകുമ്പോഴത്തേക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ SSLC ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു ജനന സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണം. പിന്നെ നിങ്ങൾക്ക് ആധാർ വേണം. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കാര്യം അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അക്ഷയയിലോ അല്ലെങ്കിൽ നമ്മളെ കോമൺ സർവീസ് സെൻ്ററിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിലല്ല ഈ ഒരു അപേക്ഷ അവർ എടുക്കുന്നത്. ഈ ഒരു അപേക്ഷ എടുക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് വേണം നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു അപേക്ഷയുടെ ആ ഒരു രീതി. നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ചിലപ്പോൾ നമുക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ നമുക്ക് കോമൺ സർവീസ് സെൻ്റർ വഴിയോ ഒക്കെ ചിലപ്പോൾ അപേക്ഷിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ആ ഒരു രീതിയിലല്ല ഇപ്പോൾ ഈ ഒരു വീട്ടമ്മ പെൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ ആ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് വേണം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ റേഷൻ കാർഡ് മഞ്ഞ പിങ്ക് ഈ ഒരു 2 റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ കിട്ടുക. അതും 35 വയസ്സിനും 60 വയസ്സിനും ഉള്ളിലായിരിക്കണം. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ്, അഥവാ ഈ ഒരു പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവർ മരിക്കുമ്പോഴത്തേക്കും ആ ഒരു പെൻഷൻ അവരുടെ ആ നോമിനിക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ. ആ ഒരു രീതിയിലൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്കായിരിക്കും ആ ഒരു പെൻഷൻ, അതായത് 35-നും 60 വയസ്സിനുള്ള ആ ഒരു സ്ത്രീകൾക്ക് മാത്രമായിരിക്കും. അതും ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ സ്ത്രീകൾക്ക് മാത്രമേ ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയോ അതിപ്പോൾ പ്രൈവറ്റ് ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലിയോ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പെൻഷൻ സ്കീമിന് നിങ്ങൾ അർഹരല്ല. അതായത് നമ്മൾ വീട്ടിലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പെൻഷൻ സ്കീം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോലിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക്, അതായത് അവർക്ക് ഒരിക്കലും ഈ ഒരു പെൻഷൻ സ്കീമിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതല്ല. പിന്നെ നമ്മൾ നോർമൽ പെൻഷൻ വാങ്ങുന്നവരെ പോലെ തന്നെ ഓരോ വർഷവും നിങ്ങൾക്ക് മസ്റ്ററിങ് ഉണ്ടായിരിക്കുന്നതാണ്. കാരണം മസ്റ്ററിങ് നടത്തിയിട്ട് മാത്രം ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ നോർമൽ പെൻഷൻ സ്കീം പോലെ തന്നെയാണ് മസ്റ്ററിങ് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ വർഷവും മസ്റ്ററിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി തൊട്ട് എല്ലാ മാസവും നമ്മുടെ അമ്മമാർക്ക് 1000 രൂപ വെച്ചിട്ട് ഈ ഒരു പെൻഷൻ സ്കീം കിട്ടുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവേണം പോകാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ റേഷൻ കാർഡ് വേണം, ജനന സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് വേണം, ആധാർ വേണം, പിന്നെ സ്വയം സാക്ഷ്യപത്രം. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് അർഹതയുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന സ്വയം ഒരു സാക്ഷ്യപത്രം കൂടിയിട്ട് വേണം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരോടും ഒന്ന് അറിയിച്ചു കൊടുക്കുക. കാരണം ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളാണ്, ഒത്തിരി പേർക്ക് അറിയത്തില്ല. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്